തുടരുകയാണ്. വയനാട്ടിൽ ശക്തമായ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെ മഴ മുന്നറിയിപ്പിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പക്ഷേ ഇപ്പോഴും തുടരുന്നുണ്ട്. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ പലയിടങ്ങളിലും ശക്തമായ മഴയായിരുന്നു പെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ മഴയ്ക്ക് നേരിയ ഒരു ശമനമുണ്ട് എന്ന് തന്നെ പറയാം. ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട്. എന്നാൽ ശക്തമായ ഒരു മഴ അല്ലെങ്കിൽ അതിതീവ്ര മഴ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും ഇന്ന് ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ എല്ലാം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ചുരം ഭാഗങ്ങളിൽ മഴ പെയ്യുന്നത് വലിയ അപകടങ്ങൾ സൃഷ്ടിക്കാമെന്നുള്ളത് കൊണ്ട് തന്നെ ചുരത്തിലുള്ള യാത്രയ്ക്കൊക്കെ നിയന്ത്രണമുണ്ട്. അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് അല്ലെങ്കിൽ ഹെവി വാഹനങ്ങൾക്കൊക്കെ ഇവിടെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഈ വരുന്ന അല്ലെങ്കിൽ 9-ാം തീയതി വരെ മഴയുണ്ടാകും എന്നുള്ള ഒരു മുന്നറിയിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ 4ഓളം ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. മാനന്തവാടിയിൽ 3ഉം അതുപോലെ തന്നെ സുൽത്താൻ ബത്തേരിയിൽ 1ഉം. ഇവിടെ മൊത്തത്തിൽ 65 കുടുംബങ്ങളിൽ നിന്ന് 234 പേരാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ളത്. ക്യാമ്പുകളുടെ എണ്ണം കൂട്ടിയിട്ടില്ല. എന്നാൽ നമുക്കറിയാം കഴിഞ്ഞ ദിവസം 1700ഓളം ആളുകൾ വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഉണ്ടായിരുന്നു. എന്നാൽ മഴ കുറഞ്ഞതിനെ തന്നെ ഇവരൊക്കെ വീടുകളിലേക്ക് മാറുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ മഴ കുറവുള്ളത് കൊണ്ട് തന്നെ വരും സമയങ്ങളിൽ മഴ പെയ്യാനും പെയ്യാതിരിക്കാനുമുള്ള ഒരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വയനാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പെട്ടെന്ന് മഴ വരികയും ശക്തമായി പെയ്യുന്ന ഒരു സാഹചര്യവുമാണുള്ളത്. അതുകൊണ്ട് ഈ സമയത്ത് മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും തുടർന്ന് മഴ പെയ്യാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.